ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ജസ്റ്റ് ട്രെൻഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ബിഗിനേഴ്സിനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പോസ്റ്റുകളിലെല്ലാം കീഴിൽ വന്ന് ഒത്തിരി ബിഗിനേഴ്സ് വന്ന് ഇതുപോലെ ചോദിക്കാറുണ്ട്. സോ ഞാൻ എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർട്ടിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഏത് രീതിയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ ട്രെൻഡ് ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ചാർട്ടിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്വേർഡ് ട്രെൻഡാണോ, ഡൗൺവേർഡ് ട്രെൻഡാണോ, സൈഡ് വേർഡ് ട്രെൻഡാണോ, ഈ മൂന്ന് ട്രെൻഡുകളാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇതിനകത്ത് ഏതാണ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ പൊതുവെ വരയ്ക്കാറുള്ളത്. ഈ വരയ്ക്കുന്ന ട്രെൻഡ് ലൈനുകൾ ഒരു സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും ബിഹേവ് ചെയ്യും. സോ നമുക്ക് ട്രെൻഡ് ലൈനെ വെറും ഒരു ട്രെൻഡ് അറിയാനുള്ള ടൂളായിട്ട് മാത്രമല്ല, അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചാർട്ടിലേക്ക് വരിക. നമ്മളുടെ ചാർട്ടിൽ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, മീൻസ് ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മളുടെ സ്ട്രാറ്റജീസും നമ്മളുടെ സ്റ്റഡീസൊക്കെ ഇരിക്കുന്നത്, നേരെ ആ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നേരെ ഈ സൈഡിൽ, ഇത് ട്രേഡിംഗ് വ്യൂ ആണ്, ട്രേഡിംഗ് വ്യൂവിൻ്റെ ടെർമിനൽ സൈഡിൽ തന്നെ ടൂൾ ബാർ ഉണ്ട്. ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇവിടെ ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. അവത്തെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് നോക്കി നമുക്ക് നീട്ടി ഒരു വര അങ്ങോട്ട് വരയ്ക്കുക. നീട്ടി വരയ്ക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈസ് എവിടെയൊക്കെയാണോ റിവേഴ്സൽ വന്നിരിക്കുന്നത് ആ റിവേഴ്സൽ ഭാഗങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം വര വരയ്ക്കാൻ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നേരെ നീട്ടി വരച്ചത് കൊണ്ട് ഇതിലെല്ലാം വന്നിട്ട് പ്രൈസ് നമുക്കിവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അടുത്ത് നമുക്ക് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമുക്ക് വരയ്ക്കാം. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് വരയ്ക്കാനത് സെയിം മെത്തേഡ് തന്നെ, നേരെ ഈ സൈഡ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ട്രെൻഡ് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിനുള്ള ടൂള് ആയിട്ടുണ്ട്. നമ്മൾ നേരെ അവിടുന്ന് ഒറ്റ വര നേരെ നീട്ടി വരയ്ക്കുക. നീട്ടി വരച്ചിട്ട് മാക്സിമം കൂട്ടി, അതായത് പ്രൈസ് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും കൂട്ടി നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഇതൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഇതൊരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ആയി മാറിയിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒരു മിനിമം ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് നമ്മൾ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ചാർട്ട് പ്രകാരം പ്രൈസ് ഇപ്പോൾ നേരെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം നേരെ ഈ ട്രെൻഡ് ലൈനിൽ വന്ന് അടിച്ചതിന് ശേഷം തിരിഞ്ഞു പോകും എന്നുള്ളതാണ് കോൺസെപ്റ്റ്. ആ രീതിയിലാണ് ചാർട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇങ്ങനെ പ്രൈസ് കയറി മുകളിൽ വന്ന് അടിച്ചു, അതിനുശേഷം നേരെ താഴെ വന്ന് അടിച്ചു, ഇവിടുന്ന് ഒരു സപ്പോർട്ട് ഇട്ട് നേരെ വീണ്ടും മുകളിൽ വന്നു. ഏകദേശം ട്രെൻഡ് ലൈൻ മുട്ടുന്ന ഭാഗം വന്നപ്പോഴത്തേന് തിരിച്ചു വന്ന് താഴെ വരെ പോയില്ല. അതിന് പകരം ഒരു അപ്വേർഡ് മൂവ് തന്നെ തന്നു. നേരെ വന്ന് ഇവിടെ വന്ന് ട്രെൻഡ് ലൈനിൽ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു. അതിനുശേഷം നേരെ മുകളിലേക്ക് കയറിപ്പോയി മുമ്പേ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു റെസിസ്റ്റൻസ് വന്നു, വീണ്ടും താഴേക്ക് വന്നു. ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു രീതി അനുസരിച്ച് ഇവിടെ ഇപ്പം നമുക്കൊരു സപ്പോർട്ട്, അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഇതാണ് ട്രെൻഡ് ലൈൻ. ഞാൻ ജസ്റ്റ് ട്രെൻഡ് ലൈൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുക, ചാർട്ടിൽ നല്ലപോലെ വരച്ച് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടത്തുള്ളൂ. ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ മതി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന്. മറ്റു തെറ്റുകളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.